ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ഒരു ഭക്തയുടെ കൃഷ്ണാനുഭവമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കുറച്ചു വർഷങ്ങളായിട്ട് എല്ലാ ജന്മദിനത്തിലും ഭഗവാനെ ഗുരുവായൂരിൽ പോയി തൊഴുവാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ജന്മദിനത്തിലും പതിവ് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി. അന്ന് അവിടെ ഭഗവതി അമ്മയുടെ താലപ്പൊലിയായിരുന്നു. 10 മണിയായപ്പോൾ തന്നെ ഭഗവാനെ തൊഴുവാനുള്ള ക്യൂ ക്ലോസ് ചെയ്തിരുന്നു. എനിക്ക് ആ സമയത്ത് അവിടെ എത്തുവാൻ സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരോടൊക്കെ ഒരുപാട് ചോദിച്ചു, ഒന്ന് അകത്തേക്ക് കയറ്റിവിടാമോ എന്ന്. ക്യൂ ക്ലോസ് ചെയ്തു. കാരണം അവർക്കും അകത്തേക്ക് കയറ്റിവിടാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപാട് സങ്കടമായി. ഭഗവാന് എന്നെ കാണാൻ സാധിക്കുമെങ്കിലും എനിക്ക് ഭഗവാനെ ഒന്ന് കാണേണ്ടേ എന്ന് വളരെ വിഷമത്തോടെ ഞാൻ ഭഗവാനോട് ചോദിച്ചു. അങ്ങനെ കൊടിമരത്തിന്റെ അവിടെ നിന്ന് ഭഗവാന്റെ വിളക്ക് കണ്ടു തിരിച്ചു പോവാൻ തുടങ്ങി. ഭഗവാനെ കാണാനാകാത്തതിന്റെ സങ്കടം കൊണ്ട് തിരിച്ചു നടന്നപ്പോൾ ഭഗവാന്റെ പ്രസാദ ഊട്ടിന്റെ ക്യൂ കണ്ടു. പിറന്നാൾ ദിവസം ഭഗവാന്റെ പ്രസാദം തന്നെ കഴിക്കണം എന്നതും എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെയും ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കാത്തതിൻ്റെ സങ്കടമുണ്ടായി. അധിക സമയം നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ പ്രസാദം ലഭിച്ചു. അന്ന് പ്രസാദ ഊട്ടിൽ പായസവും ഉണ്ടായിരുന്നു. ഒരുപാട് തവണ ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് എനിക്ക് പായസം കിട്ടുന്നത്. അതും പിറന്നാൾ ദിവസം തന്നെ. ഒരുപാട് സന്തോഷമായി. അങ്ങനെ പ്രസാദം എല്ലാം കഴിച്ച് ഒന്നുകൂടി ഭഗവാനെ കൊടിമരത്തിന്റെ അവിടെ നിന്ന് കാണാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് പോയി. സാധാരണയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. അന്ന് മനസ്സിൽ ഭഗവാനെ ഒരു പ്രാവശ്യം കൂടി കാണാൻ തോന്നി. അങ്ങനെ അങ്ങോട്ട് നടന്നു. പടിഞ്ഞാറേ നടയിൽ എത്തിയപ്പോൾ പതിവില്ലാതെ ആ സമയത്ത് ഭഗവാന്റെ ശീവേലി. കാലത്ത് 11 മണിക്ക് ശീവേലി പതിവില്ല. എൻ്റെ സങ്കടം അറിഞ്ഞ് ഭഗവാൻ അന്ന് ആനപ്പുറത്തിരുന്ന് എനിക്ക് ദർശനം നൽകി. ഭഗവാനെ അങ്ങനെ കണ്ടതും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞൊഴുകി. ശീവേലിയുടെ കൂടെ പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ കൂടെ അന്നത്തെ ദിവസം കുറച്ച് സമയം എനിക്ക് നടക്കാനും സാധിച്ചു. നമ്മുടെ ഭഗവാന് ഒരിക്കലും നമ്മുടെ സങ്കടം കാണാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ആത്മാർത്ഥമാണെങ്കിൽ ഭഗവാൻ അത് സാധിച്ചു തരിക തന്നെ ചെയ്യും. അന്നത്തെ ദിവസം ഭഗവതി അമ്മയുടെ താലപ്പൊലിയും മുഴുവനായും കാണാൻ സാധിച്ചു. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായാണ് പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.